ഹലോ ഗെയ്സ്, ഞാനിപ്പോൾ വന്നിട്ടുള്ളത് നമ്മളെ നാടിലൊന്ന് കാണിച്ചു തരാം. നമ്മളെ നാട് വയൽക്കര, നമ്മളെ പക്ഷി കേന്ദ്ര സ്ഥലവും. അപ്പോൾ അതെല്ലാം ഒന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ എല്ലാം അങ്ങോട്ടേക്ക് മൂവായാലോ? ബാ ഗെയ്സ്, എല്ലാവരും വന്നോടി, എല്ലാവരും ബേക്കിൽ തന്നെ വരണേ. അപ്പോൾ ഗെയ്സ്, നമുക്ക് മെല്ലെ അങ്ങോട്ടേക്ക് ചാടിയാലോ? ചാടലല്ല, അങ്ങോട്ടേക്ക് പോയാലോ? അപ്പോൾ അങ്ങോട്ടേക്ക് മെല്ലെ മൂവ് ആവാം അല്ലേ? മെല്ലെ അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സ്ഥലം കണ്ടോ? രാത്രിയൊന്നും ഇങ്ങോട്ട് വരരുത് കേട്ടോ. കാരണം എന്ന് വെച്ചാൽ രാത്രിയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ പണി പാടും. ഒന്നാമത് അങ്ങനത്തെ ഒരു ഏരിയ മീൻസ് ഒന്നാമത് കാടെല്ലാം കൊണ്ട് പന്നി അങ്ങനെ കുറേ സാധനങ്ങളുണ്ടാവും. അപ്പോൾ രാത്രിയെല്ലാം വരുമ്പം പരമാവധി ശ്രദ്ധിക്കുക. മുള്ളം പന്നി പിന്നെ ഒന്നാമത് ഇപ്പം രാവിലെ തന്നെ പകൽ തന്നെ ഇന്നലെ അവിടെ ഒരു രണ്ട് മൂർക്ക ഞാൻ കണ്ടിട്ട് പേടിച്ചു പോയി. 2 മൂർഖൻ കേസ്. അപ്പോൾ നമ്മളെ വീട്ടിൻ്റെ മുറ്റത്ത് തന്നെ മൂർഖൻ എന്നെല്ലാം പറയുമ്പോൾ നമുക്കൊരു പേടി ഉണ്ടാവില്ലേ? അല്ല, പാമ്പ് വീട്ടിൽ കയറുള്ളൂ എന്നുള്ളൊരു പേടി, ആ ഒരു പേടി. അപ്പോൾ നമുക്ക് മെല്ലെ അങ്ങോട്ടേക്ക് പോവാം. എന്തായാലും എൻ്റെ പാമ്പ് കഥ നിങ്ങൾ കേട്ടിട്ട് നിങ്ങളും ഭയന്നു പോകണ്ട. നമ്മളെല്ലാം അങ്ങോട്ടേക്ക് നടക്കുകയാണ്. ഇവിടെ എവിടെയോ ഒരു സംഭവം ഉണ്ടല്ലോ, നോക്കട്ടെ. പൂവ് കാണിച്ചാലാണ് ഞാൻ പറഞ്ഞ ഒരു സംഭവം. ആ പൂമ്പാറ്റെല്ലാം പറക്കുന്ന വാവ്. ഗെയ്സ് കണ്ടോ? ഏതാ സ്ഥലം മക്കളെ? എന്താ ഒരു ഫീൽ, എന്താ ഒരു രസം കണ്ടില്ലേ? ഇതാണ് നമ്മളെ സ്ഥലം. അയ്യോ, എൻ്റെ കൈ ക്യാമറൻ്റെ ഉള്ളിലേക്ക് പോയി, സോറി ഗേസ്. ശലഭം തരാം ഇടക്കിടക്ക് ഇങ്ങനെ കൈതരാകൊക്കെ ഉണ്ടാവും. അത് നിങ്ങൾ സഹിക്കണം, പൊറുക്കണം. കണ്ടാ നല്ല പൂവ്, എന്താ രസം. വാവ് 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 ഗേസ് കണ്ടോ? അതൊന്ന് തൊപ്പി വെച്ച പോലത്തെ ഒരു മരോ. ആ മരം കണ്ട നിങ്ങൾ ഗേസ്? എന്താ രസമല്ലേ കാണാൻ? വാവ്, അടിപൊളി. അതിൻ്റെ മുകളിൽ പൂവൊക്കെ ഉണ്ടാ. അവിടെ നോക്കിയാട്ടെ, എന്താ രസമോ. ഓ, നല്ല വൈബ്. ഇതെല്ലാം ഞാൻ ഒന്നാമത് ജസ്റ്റ് ഒന്ന് ഇപ്പോൾ ഫോട്ടോ എടുക്കാൻ വന്നേരം ജസ്റ്റ് ഒന്ന് ഞാൻ ഇങ്ങനെ വരുത്തുന്നുണ്ട് ഇവിടെ, ഇങ്ങനെ പ്രകൃതി ആസ്വദിക്കും. പക്ഷേ ഫോട്ടോ എടുക്കുമ്പോൾ നമ്മളെല്ലാം വാച്ച് ചെയ്യൂലേ മൊത്തത്തിൽ. ഫോട്ടോ അല്ല, വീഡിയോ എടുക്കുമ്പോൾ. സോറി, മാറിപ്പോയി ഗേയ്സ്, ക്ഷമിക്കൂ, പൊറുക്കൂ. അപ്പോൾ ഇതാണ് നമ്മളെ സ്ഥലം ഗേയ്സ്. എങ്ങനെയുണ്ട്? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പറയണേ. ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ പെട്ടിട്ടില്ല എന്ന് പറയണം കേട്ടോ. പറയാനൊന്നിനും മടിക്കണ്ട. എല്ലാം എൻ്റെ കമൻറ്റ് ബോക്സിലായിപ്പോയി. കമൻറ്റ് ബോക്സിലൊന്ന് അറിയണം. ഇഷ്ടപ്പെട്ടാലും പെട്ടിട്ടില്ലെങ്കിലും നിങ്ങളെ അഭിപ്രായം എന്തായാലും വേണം. നല്ല മഴക്കാറുണ്ട് ഗെയ്സ്. ഇപ്പോൾ ഒരു മഴ പെയ്താൽ കോമഡി ആയിരിക്കും. ഞാനിപ്പോൾ കണ്ടം പോയി മുണ്ടുമ്പോക്കി ഓടേണ്ടി വരും. പഠിച്ചോനെ എന്നെ കൊല്ല്. എന്താ രസമല്ലേ? വാവ്, നല്ല അടിപൊളി സ്ഥലം. എന്തായാലും ഞാൻ തന്നെ ഇപ്പോൾ ഒന്നും കൂടി എന്താ പറയുക ആസ്വദിക്കുന്നുണ്ട് സ്ഥലം കണ്ടിട്ട്. പിന്നെ ഞാൻ പഠിച്ച സ്കൂൾ ഇവിടെ എവിടെയോ ഉണ്ട് കേട്ടോ. ആ ടവർ കണ്ട, അത് അങ്ങ് ടവർ, അതിൻ്റെ നേരെ അപ്പുറമാണ് ഞാൻ പഠിച്ച സ്കൂള്. അപ്പോൾ ഗെയ്സ്, ഇഷ്ടപ്പെട്ട നിങ്ങൾക്ക്? എങ്ങനെയുണ്ട് നമ്മളെ നാട്? പൊളിയല്ലേ? നല്ല മഴക്കാറുണ്ട് പഠിച്ചോനെ. ഞാൻ പറഞ്ഞ പോലെ പോകേണ്ടി വരുമോ? നല്ല മഴ പെയ്യും കണ്ടോ. നിങ്ങളോട് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ ചിലപ്പോൾ മഴ പെയ്തെന്ന് വരും കേട്ടോ. നല്ല അങ്ങോട്ടെല്ലാം നല്ലൊരു മേഘയെല്ലാം ചെറുങ്ങനെ മൂടിയിട്ടുള്ളത്. ഇങ്ങോട്ട് കണ്ടോ? ഇങ്ങോട്ട് കുറച്ച് വൈറ്റ് പോലെ ഇല്ലേ? ഇത് ഈ ഭാഗം നോക്കിയാട്ടെ, ഈ ഭാഗം ഒന്ന് മൂടിയ പോലെ ഇല്ലേ ഇങ്ങോട്ട് കാണുമ്പോൾ. അപ്പോൾ ഗെയ്സ്, ഇതാണ് നമ്മളെ നാട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അങ്ങനെയുണ്ട് നമ്മളെ നാടൊക്കെ? അപ്പോൾ നിങ്ങളൊന്ന് പറഞ്ഞു തരാം കേട്ടോ. ഇപ്പോൾ എനിക്കിപ്പോൾ ഒന്നാമത് മഴ വരാൻ പോകുന്നു. അപ്പോൾ മഴ പെയ്തടാ. ഇതാ മഴ പെയ്യുന്ന നോക്ക് വെള്ളത്തിൽ നോക്കി നിങ്ങൾക്ക് തരൂ. മഴ ചെറുങ്ങനെ പൊടിയുന്നുണ്ടാ? പോയാ പൊടിയുന്നുണ്ടാ? നിങ്ങൾക്ക് തിരിയും മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളെ മനസ്സിലാക്കി തരിക. ചെറുങ്ങനെ മഴ പൊടിയുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ശരിക്കും ഞാൻ എന്താ പറയുക, അങ്ങനെ പറഞ്ഞു തരണ്ടേ? മഴ പെയ്യുന്നെന്ന് പറഞ്ഞിട്ട് ഞാൻ ചിലപ്പോൾ കള്ളത്തരം പറയുന്നെന്ന് വിചാരിച്ചാൽ ഒരു മോശമല്ലേ?
ഒന്നാമത് പനിയും തണുപ്പെല്ലാം കൊണ്ടേ വായിന്ന് ശരിക്കും അക്ഷരസ്ഫുടതയായിട്ട് വരുന്നില്ല ഭാഷയൊന്നും, എന്തെല്ലോ പോലെ പോകുന്നു. തുള്ളി തുള്ളി മഴ പെയ്യുന്നു കണ്ടില്ലേ? ഇനിയും കണ്ടിട്ടില്ലെങ്കിൽ ഇനി മഴ പെയ്യുമ്പം തിരിയും. ഞാൻ എന്തായാലും ഒരു പാട്ട് പാടാം, എനിക്കിപ്പോൾ ഒരു പാട്ട് മൂഡ് വന്നു. അപ്പോൾ ആരും ഓടരുതേ, അവിടെ തന്നെ ഇരിക്ക്, ഒരു ജസ്റ്റ് ഒന്നൊരു പാട്ട് മൂടാം. ഓക്കെ, എന്നാൽ പാടിയാലോ? ഇങ്ങനെ പാടുമ്പോൾ ഒരു രസമില്ല. അപ്പോൾ ഇങ്ങനെ പാടുന്നില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ നമ്മുടെ നാട് കണ്ടുകൊണ്ട് പാടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് പാടാമെന്ന് വിചാരിച്ചത്. നല്ല മഴ പടച്ചോനെ, ഓടിക്കോ. ഞാൻ പാടിത്തരാം കേട്ടോ, പിന്നെ പാടിത്തരാം. ഞാൻ ജസ്റ്റ് ഒന്ന് പാടിത്തരാം കേട്ടോ, ഓടിയോണ്ടും പാടിത്തരാം, നടന്നുകൊണ്ടും പാടിത്തരാം. നല്ല മഴ ഗെയ്സ്, ഇതാ മഴ കണ്ടില്ലേ നിങ്ങൾ? കാർ മേഖല നോക്കിയാട്ടെ, ഏതാ പിടുത്തം വിട്ട മഴ. ഞാൻ വെറുതെ പറഞ്ഞല്ലാന്ന് ഇപ്പം മനസ്സിലായോ ഗെയ്സ്? ഇതാ പറഞ്ഞ നല്ല മഴൻ്റെ ഒച്ച വെക്കുന്നില്ല നിങ്ങൾ? യാ നബി യാ നബി യാ നബി തു റഹ്മകൾ, യാ നബി യാ നബി യാ മൗലാ തു ഫസലുകൾ. പുണ്യമദീന പള്ളിയിൽ മൂലയിൽ തേങ്ങിക്കരയോ ഈന്തപ്പനയിൽ അങ്ങിറങ്ങി വന്ന് തേങ്ങലു മാറ്റിയതോർത്ത് കരയും പവിനാണി. അല്ലാ മഴ കൊള്ളുന്നു പഠിച്ചോനെ, ഓടിക്കോ. അല്ലാ മഴ ഗെയ്സ്, ഓടിഞ്ഞ നല്ല പഠിച്ചോനെ. അപ്പോൾ പിന്നൊരു ദിവസം കാണാം കേട്ടാ. നല്ല മഴയായി, ഇതാ ഞാൻ പറഞ്ഞില്ലേ മഴ പെയ്തില്ലേ, ഇതാ കൊള്ളുന്നുണ്ടോ? ഇതാ പറഞ്ഞേ. അപ്പോൾ എല്ലാവരോടും ബൈ ടാറ്റ, പിന്നെ കാണാം. നല്ല മഴയായി, ഇനി ഫോൺ അടിച്ചു പോകും. ഒന്നാമത് ഫോൺ വെള്ളത്തിൽ വീണ് ഇരിക്കുക, കയ്യിലെ ഗെയ്സ്, അതുകൊണ്ടാണ്. അപ്പം ബൈ ടാറ്റ. അപ്പം ഗെയ്സ് ഞാനിപ്പോൾ വീട്ടിലെത്തി, കുളിച്ച് നല്ല മഴ. ഞാൻ നിങ്ങൾക്ക് പക്ഷികേന്ദ്ര സ്ഥലമെല്ലാം കാണിച്ചു തരണമെന്ന് കരുതിയതാണ്. അപ്പോൾ ഇന്ന് പറ്റിയില്ല, നല്ല പിടുത്തം വിട്ട മഴ, ഒടുക്കത്തെ മഴയായിരുന്നു. അപ്പോൾ അതൊക്കെ പിന്നെ കാണാം. ഓക്കെ, അപ്പം ഗെയ്സ് ഞാൻ കുളിച്ച് മാറ്റി. അപ്പോൾ ഞാൻ ചെറുതായിട്ടിങ്ങനെ ഒരു സംഭവങ്ങളൊക്കെ തുടങ്ങാമെന്ന് കരുതുന്നുണ്ട്, വ്ളോഗ് പോലെ. അപ്പോൾ എല്ലാവരും കഴിവിൻ്റെ പരമാവധി സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങളെല്ലാം സപ്പോർട്ടാണ് നമ്മുടെ എല്ലാം വിജയം. അപ്പോൾ എല്ലാവരും കൂടെ ഉണ്ടാവുമെന്ന് കരുതുന്നു. അപ്പോൾ എല്ലാവരോടും ഒത്തിരി സ്നേഹം, ഒത്തിരി സന്തോഷം, നന്ദിയുണ്ടേ. ബൈ